ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 3 ശ്ലോകം 3. കഴിഞ്ഞ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പറഞ്ഞു, എൻ്റെ മനസ്സിനെ എൻ്റെ രോഗങ്ങളാണ് വല്ലാതെ പിടിച്ചു വലിക്കുന്നത്. ഭക്തിയേക്കാളേറെ രോഗങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഞാൻ എന്താ ചെയ്യുക? ഇവിടുന്ന് എണീറ്റ് വല്ല വിജനമായ സ്ഥലത്തും പോയിരിക്കട്ടെ. അങ്ങനെ പോയിരുന്നാലും അങ്ങയുടെ സ്തോത്രങ്ങളെ ഇങ്ങനെ കീർത്തിച്ചു കൊണ്ട് തന്നെ ഞാനിരിക്കും എന്ന് പറഞ്ഞു. അതിനോട് തുടർന്നിട്ടുള്ളത് തന്നെയാണ്. ആ വിഷമത്തോടു കൂടി തന്നെയാണ് ഭഗവാനോട് നേരിട്ട് സംസാരിക്കണ പോലെ തന്നെയാണ് ഈ ശ്ലോകവും. ശ്ലോകം നോക്കാം. കൃപാ തേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗഖപ്രശമനദശ നാമ കിയതി ന കേ ലോകേ അസ്മിൻ അനിശമയി ശോകാഭിരഹിത ഭവദ്ഭക്താ മുക്താ സുഖഗതിം അസക്താ വിദധതേ. ഭഗവാനെ, എൻ്റെ മനസ്സ്, ശരീരചിന്ത, ഈ വേദനയുടെ ക്ലേശചിന്തയൊക്കെ ഉപേക്ഷിച്ചിട്ട് അങ്ങയോട് ചേരണേ. മറ്റെത്രയോ ഭക്തന്മാർ സന്തോഷമായിട്ട് ഇവിടെ അങ്ങനെ ഈ ലോകത്തിൽ നടക്കുന്നുണ്ടല്ലോ, എനിക്കും അതുപോലെ പറ്റണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. കൃപാ തേ ജാതാ ചേത്, കൃപ കരുണ, തേ കൃപ അവിടത്തെ ആ കാരുണ്യം, ജാതാ ചേത് എന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ, ജനിക്കുകയാണെങ്കിൽ, അവിടുത്തെ കൃപ ലഭിക്കുകയാണെങ്കിൽ, കിം ഇവ നഹി ലഭ്യം, എന്താണ് കിട്ടാത്തത്? എന്തും കിട്ടും. ഭഗവത് കാരുണ്യത്തിന് നമ്മൾ അർഹരാണെങ്കിൽ. നഹി ലഭ്യം കിട്ടാതിരിക്കുക എന്താണ്? അതായത് എന്തും കിട്ടും. തനുഭൃതാം, അതിന് ഇന്ന ആൾക്കേ കിട്ടുള്ളൂ, ഇത്ര വഴിപാട് ചെയ്ത ആൾക്കേ കിട്ടുള്ളൂ എന്നൊന്നുമില്ല. തനുഭൃത, ശരീരമെടുത്തിട്ടുള്ള ആർക്കും കിട്ടും. മനുഷ്യനാവണം തന്നെയില്ല. ആനയ്ക്ക് കിട്ടി, കുരങ്ങിന് കിട്ടി, പക്ഷി ജടായുവിന് കിട്ടി, അങ്ങനെ എത്രയോ തിര്യക്കുകൾക്ക് പോലും കിട്ടുന്നതാണ്. ആ എന്തു വേണമെങ്കിലും ഭഗവാന്റെ ഭക്തന് കിട്ടാത്തതായിട്ടൊന്നുമില്ല. പക്ഷേ മദീയ ക്ലേശൗഖപ്രശമന ദശ നാമ കിയതി, എൻ്റെ ഈ രോഗങ്ങളുടെ കൂട്ടം, രോഗങ്ങൾ മുഴുവനുമായിട്ടും പ്രശമന ദശ, ഇല്ലാതാകുന്ന ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാക്കി തരണം. അങ്ങനെ അങ്ങേക്ക് അത് എത്രമാത്രം നാമകീയതി, എത്ര ചെറുതാണ്. അങ്ങ് വിചാരിച്ചാൽ നടക്കാതിരിക്കുന്നത് ഒന്നുമില്ലല്ലോ. അപ്പോൾ എൻ്റെ ഈ അവസ്ഥ മാറ്റിത്തരിക എന്നുള്ളത് അങ്ങേക്ക് എത്ര നിസ്സാരമാണ്. അസ്മിൻ ലോകേ ഭവദ്ഭക്ത കേ, ഈ ലോകത്തിൽ, ഇവിടെ തന്നെ, ഇനി മോക്ഷം ലഭിച്ച് സ്വർഗത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ലോകത്തോ പോയിട്ടല്ല, ഇവിടെ തന്നെ, അസ്മിൻ ലോകേ, ഈ ലോകത്തിൽ തന്നെ, ഭവൽ ഭക്ത കേ എന്ന് പറഞ്ഞാൽ എത്രമാത്രം, എത്ര ഭഗവത് ഭക്തന്മാരാണ്, അങ്ങയുടെ ഭക്തന്മാർ എത്രയോ ഞാനിവിടെ കാണുന്നുണ്ട്. അനിശം ശോകാഭിരഹിത, അവർക്കൊന്നും ഒരു വിഷമവും ഞാൻ കാണുന്നില്ല. അനിശം, എല്ലായ്പ്പോഴും അവർ വളരെ സന്തോഷത്തിലാണ്. മുക്ത അസക്ത, അവരെ കാണുമ്പോൾ അവർ ജീവൻ മുക്തരാണ് എന്ന് മനസ്സിലാകും. എപ്പോഴും ആനന്ദമാണ് അവർക്കുള്ളത്. പിന്നെ അസക്തരാണ് അവർ, ഒന്നിനോടും ഒരു സ്വാർത്ഥതയും ആഗ്രഹവും ഒന്നുമില്ലാത്ത, എപ്പോഴും മുഖത്ത് ശാന്തി കളിയാടുന്ന ഭക്തന്മാർ എത്രയോ അധികം ഉണ്ട്. സുഖഗതിം വിദധതേ, പരമാനന്ദത്തെ ആസ്വദിച്ചുകൊണ്ട്, വിദധതേ, ഇവിടെ സഞ്ചരിക്കുന്നുണ്ടല്ലോ. എനിക്കെന്താണ്, എനിക്ക് മാത്രം എന്താണ് അത് പറ്റാത്തത്? കൃപാ തേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം, തനു ശരീരം എടുത്തിട്ടുള്ള എല്ലാവർക്കും, കൃപാ തേ ജാതാ ചേത്, അവിടുത്തെ കൃപയുണ്ടെങ്കിൽ, കിമിവ നഹി ലഭ്യം, എന്താണ് ഇവിടെ ലഭ്യമാവാത്തത്? മദീയ ക്ലേശൗഖപ്രശമന ദശ, എൻ്റെ ഈ രോഗങ്ങളൊക്കെ ശമിച്ച് ഇല്ലാതായി എന്നുള്ള ആ സന്തോഷപ്രദമായിട്ടുള്ള ദശ, അവസ്ഥ, നാമകീയതി, അങ്ങേക്ക് എത്രമാത്രം ലഘുവായിട്ട് ചെയ്തു തരാൻ പറ്റും. ന കേ ലോകേ അസ്മിൻ, എത്ര ഭക്തന്മാരാണ് ഈ ലോകത്തിൽ തന്നെ, അനിശം, എപ്പോഴും ശോകാഭിരഹിതരായിട്ട്, യാതൊരു ശോകവും പുറത്ത് കാണാത്ത വിധത്തിൽ ഭവത് ഭക്തന്മാരായിട്ട്, മുക്തരും
സുഖഗതികളും ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി ചരിക്കുന്നതായിട്ട് അസക്ത ഒന്നിലും ശക്തിയില്ലാത്തവരും ആയിട്ട് വിദധതേ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നു. അദ്ദേഹത്തിന് സംശയം തോന്നുകയാണ്, ഭക്തന്മാരിങ്ങനെ സന്തോഷമായിട്ട് സഞ്ചരിക്കുന്നുണ്ടല്ലോ, എന്തായാലും ക്ലേശങ്ങളൊക്കെ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും, പക്ഷേ അവർക്കങ്ങനെ എങ്ങനെയാണ് സാധിക്കുന്നത്? എനിക്കെന്തുകൊണ്ട് സാധിക്കുന്നില്ല? എൻ്റെ മനസ്സിൽ ഭക്തി കുറഞ്ഞിട്ടാണോ എന്നൊരു സംശയം ചോദിക്കുകയാണ്. ഭഗവാനെ, സകല ആദികളും വ്യാധികളും അങ്ങേക്ക് മാറ്റാൻ സാധിക്കും എന്നെനിക്കറിയാം. എനിക്കും ആസക്തിയൊന്നുമില്ല, ഞാനും ഒരു ഭക്തൻ തന്നെയാണ്. അങ്ങ് വിചാരിച്ചാൽ എൻ്റെ ക്ലേശമൊക്കെ മാറ്റി തന്നൂടെ? അങ്ങനെ ഒരു സുഹൃത്തിനോടെന്ന പോലെ അദ്ദേഹം പറയാണ്. എത്ര ആൾക്കാരാണ് ഇവിടെ അങ്ങനെ ജീവൻ മുക്തരെ പോലെ സന്തോഷമായിട്ട് സുഖമായിട്ട് ശാന്തിയോടുകൂടി സഞ്ചരിക്കുന്നത്. എനിക്കും അങ്ങനെ സഞ്ചരിക്കാൻ അനുഗ്രഹം തരണം. ശ്ലോകം ഒന്നും കൂടി വായിക്കാം. കൃപാ തേജാദാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗഘപ്രശമനദശാനാമ കിയതി ന കേ ലോകേ അസ്മിൻ അനിശമയി ശോകാഭിരഹിത ഭവദ്ഭക്താ മുക്താ സുഖഗതിം അസക്ത വിദധതേ. അടുത്ത ശ്ലോകം കൂടി നോക്കാം. 4ാമത്തെ ശ്ലോകം. മുനിപ്രൗഢാരൂഢ ജഗതി ഖലു ഗൂഢാത്മഗതയോ ഭവത്പാദാംബോജസ്മരണ വിരുജോ നാരദമുഖ ചരന്തീശ സ്വൈരം സതത പരിനിർഭാത പരചിത് സദാനന്ദാദ്വൈത പ്രസര പരിമഗ്ന കിമപരം. ഈശ എന്നാണ് വിളിക്കുന്നത്, സർവശക്തനായിട്ടുള്ള ഭഗവാനെ. മുനിപ്രൗഢ ഗൂഢാത്മഗതയ, പ്രഗത്ഭന്മാരായിട്ടുള്ള പ്രൗഢന്മാരായിട്ടുള്ള എത്രയെത്ര മുനിമാരാണ് ഗൂഢമായ ആത്മഗതി കൊണ്ട്, ആത്മഗതി എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ അവസ്ഥ ഗൂഢമാണ് അവരുടെ, ശ്രേഷ്ഠരായിട്ടുള്ള മുനിമാരുടെ മാനസിക അവസ്ഥ പെട്ടെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവാനാവില്ല. അതാണ് ഗൂഢ ആത്മഗതയ മുനിപ്രൗഢ. അങ്ങനെയുള്ള മുനിപ്രൗഢന്മാർ ജഗതി രൂഢാഗലു, ഈ ലോകത്തിൽ വളരെ പ്രസിദ്ധരായവർ ധാരാളമുണ്ട്. ഭവത്പാദാംഭോജസ്മരണ കൊണ്ട്, അവിടത്തെ തൃപ്പാദ ഭക്തി കൊണ്ട്, വിരുജ അവർ ദുഃഖം അല്ലെങ്കിൽ ശോകം, വിഷമം, രോഗം, ക്ലേശം ഒന്നുമില്ലാതെ, വിരുജ വിഷമങ്ങൾ ഒന്നും കൂടാതെ സഞ്ചരിക്കുന്നുണ്ടല്ലോ. ഉദാഹരണം പറയാണ്. നാരദമുഖ, നാരദൻ തുടങ്ങി പ്രമുഖരായിട്ടുള്ള ധാരാളം പേർ ഇങ്ങനെ ചരന്തി ഈശ സ്വൈരം, വളരെ സ്വൈരമായിട്ട് അവരിങ്ങനെ എപ്പോഴും സതതം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. പരിനിർഭാത പരിനിർഭാത എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന, പരചിത്ത് സദാനന്ദ, പരചിത്ത് ഏറ്റവും ശ്രേഷ്ഠമായ പരമമായ അഖണ്ഡമായ സദാ ആനന്ദ നിത്യമായ ആനന്ദത്തിൻ്റെ അദ്വൈത പ്രസര, അദ്വൈതമായിട്ടുള്ള ഏകമായിട്ടുള്ള എങ്ങും നിറഞ്ഞിട്ടുള്ള ആ ചൈതന്യത്തിൻ്റെ പ്രസരത്തിൽ പ്രഭയിൽ പരിമഗ്ന മുഴുകിയിട്ട് ലയിച്ചുകൊണ്ട് സ്വൈരം ചരതി, ഒരു ബുദ്ധിമുട്ടും അവർക്കൊന്നും കാണാനില്ലല്ലോ. അവരൊക്കെ എത്ര സന്തോഷമായിട്ടാണ് ചരിക്കുന്നത്, കാലം കഴിക്കുന്നത്. അപരം കിം, ഇതല്ലാതെ ഒരു ഭക്തൻ എന്താണ് വേണ്ടത്? ഒരു സ്വൈരക്കേടും ഇല്ലാതെ അങ്ങയെ ഭജിക്കുക എന്നല്ലാതെ ഒരു ഭക്തന് സാധിക്കാൻ എന്തു വേണം? പ്രൗഢന്മാരായിട്ടുള്ള മുനിമാർ ധാരാളമുണ്ട്. നാരദരെ പോലെയുള്ളവർ, അവരുടെ ഗതി, അവരെങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നത്, അങ്ങനെയുള്ള കാര്യം സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഏകാഗ്രമായിട്ടുള്ള അവരുടെ ആ മാനസാവസ്ഥ അത്ര ശ്രേഷ്ഠമാണ്. ഇപ്പം നാരദരാവട്ടെ, വ്യാസനാവട്ടെ, ശ്രീശുകനാവട്ടെ, അവരുടെയൊക്കെ സഞ്ചാരം അതൊന്നും സാധാരണക്കാർക്ക് അറിയില്ല. വ്യാസമഹർഷിക്ക് വളരെയധികം കൃതികളൊക്കെ രചിച്ചിട്ടും മനസ്സിന് സന്തോഷമില്ല, അശാന്തി, ഒരു മുഖപ്രസാദം കിട്ടുന്നില്ല. അങ്ങനെ വന്ന ഉടനെ ആരും പറഞ്ഞിട്ടോ വിളിച്ചിട്ടോ ഒന്നുമല്ല, നാരദരവിടെ എത്തി വേണ്ട ഉപദേശം കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ കണ്ടതാണ് പരീക്ഷത്തിന്
അത്യാവശ്യം വന്നു അല്ലേ, 7 ദിവസമേ ഉള്ളൂ ഇനി ബാക്കി, എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോൾ ആചാര്യന്മാർ പറഞ്ഞു ഭഗവത് ഭജനം, ഭാഗവത പാരായണം തന്നെ വഴിയുള്ളൂ എന്ന്. അപ്പോഴേക്കും ആരോ നിർബന്ധിച്ച് പറഞ്ഞയച്ചതുപോലെ ഓടിയെത്തി അവിടെ ശ്രീ ശുകദേവൻ. അതുപോലെ പ്രഹ്ലാദൻ്റെ അമ്മ കയാധുവിനെ അസുരന്മാർ പിടിച്ചുകൊണ്ട് പോയപ്പോൾ നാരദ മഹർഷി അവിടെ നിന്ന്, അസുരന്മാരല്ല ദേവന്മാർ തന്നെ, അസുരക്കുട്ടി ഇങ്ങനെ ജനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ഹിരണ്യകശിപു തന്നെ അത്ര ക്രൂരനാണ്, ഇനി അതിൻ്റെ ഒരു മകൻ എങ്ങനെ ഉണ്ടാവും എന്നറിയാതെ ദേവന്മാർ തന്നെയാണ് കയാധുവിനെ പിടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ നാരദർ എങ്ങനെയോ അവിടെ വന്ന് കയാധുവിനെ രക്ഷിക്കുകയും വേണ്ട ഭഗവത് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ഒരു ഭക്തപ്രഹ്ലാദനെ നമുക്ക് കിട്ടുകയും ചെയ്തു. അതാണ് അവരുടെ ഗതികളൊക്കെ വളരെ ഗൂഢമാണ്. അങ്ങനെ എനിക്കും സാധിക്കണേ, അത്രയും ഉപകാരം ലോകത്തിന് ചെയ്യാനായിട്ട് ഭക്തി തന്നതിനെ അനുഗ്രഹിക്കണം. അതിന് തടസ്സമായിരിക്കുന്ന ഈ രോഗം മാറ്റിത്തരണേ എന്നാണ്. എന്തു തന്നെ വന്നാലും എന്നെ ബാധിക്കാതിരിക്കാൻ. അങ്ങനെ എത്രയോ മഹർഷിമാരൊക്കെ ഉണ്ടായിട്ടില്ലേ, ശ്രീരാമകൃഷ്ണദേവൻ, രമണ മഹർഷി, അവർക്കൊക്കെ വലിയ വലിയ അസുഖങ്ങൾ വന്നെങ്കിലും ഒന്നും ഒരു വിഷമവും കാണിക്കാതെ അവർ ഭഗവാനെ ഭജിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അതുപോലെ എനിക്കും സാധിക്കണേ എന്നാണ് മേൽപ്പത്തൂർ പറയണത്. അപ്പോൾ ഭഗവാനെ ഇങ്ങനെ ശ്രീകോവിലേക്ക് നോക്കിയിട്ടല്ലേ പറയുക. അപ്പം നമുക്ക് തോന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടാവും, മേൽപ്പത്തൂരെ അങ്ങ് ചെയ്യണത് എത്ര വലിയൊരു കാര്യമാണ്, എത്ര മനോഹരമായിട്ടാണ് ഈ ഭക്തികാവ്യം